PSC പരീക്ഷയുടെ ഗണിത പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യം എന്താണെന്ന് നോക്കാം. പാലും വെള്ളവും ചേർന്ന 40 ലിറ്റർ മിശ്രിതത്തിൽ വെള്ളത്തിന്റെ അളവ് 10% ആണ്. ഇനി എത്ര ലിറ്റർ വെള്ളവും കൂടി ചേർത്താൽ അതിൽ വെള്ളത്തിന്റെ അളവ് 20% ആകും? അല്പം സങ്കീർണമായ ഒരു ചോദ്യമാണ്. കുറച്ച് സമയം ചുഴിഞ്ഞ് ആലോചിച്ച് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ഉത്തരം കാണാനുള്ള എളുപ്പ വഴിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഞാനാണ് ഈ പരീക്ഷ എഴുതുന്നത്. എനിക്ക് ഇതിന്റെ ഉത്തരം 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം. ഇതിൽ പറഞ്ഞ എന്താ, 40 ലിറ്റർ മിശ്രിതമാണ്. മിശ്രിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് പാലും വെള്ളവും. ഓർമ്മിക്കുക, ഞാൻ ഈ ബോർഡിലാണ് ചെയ്യാം. പക്ഷെ പരീക്ഷയ്ക്ക് ഈ ബോർഡിൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. പരീക്ഷയ്ക്ക് ഇതെല്ലാം എൻ്റെ മനസ്സിലാണ് ചെയ്യാം. നിങ്ങളും ഞാൻ ഈ ബോർഡിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെയ്യും. ഓക്കെ? ചോദ്യം സങ്കീർണമാണെങ്കിലും അതിൻ്റെ ഒരു കൃത്യമായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ മനസ്സിൽ തന്നെ ചെയ്ത് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ? 40 ലിറ്റർ മിശ്രിതമാണ്. അതിൽ വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 10%. അപ്പൊ ആദ്യം നമുക്ക് ഇപ്പോൾ എത്ര ലിറ്റർ വെള്ളമാണ് ഉള്ളത് എന്ന് നോക്കാം. ആദ്യം ഇത് മനസ്സിലാണ് ഞാനിവിടെ ബോർഡിൽ. ഓക്കെ? ലിറ്റർ ആണ്. അതിന്റെ 10%, അതായത് 4 ലിറ്റർ ആണ് ഇപ്പൊ ഇതിലെ ഉള്ളത്. ഈ മിശ്രിതത്തിൽ ഉള്ളത്, പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ ഉള്ള പാലിന്റെ കൃത്യമായ അളവ് 4 ലിറ്റർ ആണ്. ഈ 4 ലിറ്റർ എങ്ങനെ കിട്ടിയത്? 10%. 40 ലിറ്ററിൽ 10%. 40 ലിറ്ററിന്റെ 10% എന്ന് പറയുന്നതാണ് 4 ലിറ്റർ. മനസ്സിലാണേ? ബോർഡിലല്ല. ഓക്കെ? ഇനി ചെയ്യാനുള്ള കാര്യം എന്താ? നമുക്ക് ഈ ഓപ്ഷൻസ് ഓരോന്നെടുത്ത് ഒന്ന് പരിശോധിക്കാം. അതാണ് എളുപ്പം. ഓക്കെ? ആദ്യത്തെ ഓപ്ഷൻ എന്താ? 4 ആണ്. അതായത് ഈ 4 ലിറ്ററിന്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ എത്ര വരും? 8 ലിറ്റർ വരും. ഞാൻ ചെറുതാക്കിയിട്ടാണ് എഴുതിയത്. വലുതാക്കാം. ഉത്തരം ശരിയാണെങ്കിൽ എഴുതും. അപ്പോ ഈ 4 ലിറ്റർ കൂടി ഇതിന്റെ കൂടെ വരികയാണെങ്കിൽ എത്ര വരും? 8 ലിറ്റർ വരും. ഇനി നമുക്ക് നോക്കേണ്ട എന്താ, ആകെ എത്രയാ? മിശ്രിതം 40 ലിറ്റർ ആണ്. അതിന്റെ കൂടെ ഈ 4 കൂടി ചേർത്താൽ എത്ര വരും? 44. ഓക്കെ? ക്ലിയർ? നിലവിൽ 40 ലിറ്റർ ആണുള്ളത്, വെള്ളവും പാലും കൂടി ചേർന്ന മിശ്രിതം. അതിന്റെ കൂടെ ഈ ഓപ്ഷൻ 4 നമ്മൾ കൂട്ടി നോക്കുകയാണ്. അങ്ങനെ കൂട്ടി നോക്കിയിട്ട് അത് 20% ആണോ എന്ന് കണ്ടുപിടിക്കാം. അല്ലെ? നിലവിൽ ഈ 4 ലിറ്റർ ആണ് പാലുള്ളത്. അതിന്റെ കൂടെ ഈ 4 ലിറ്റർ കൂടെ കൂട്ടിയാൽ എത്ര വേണം? 8 ലിറ്റർ വേണം. അപ്പൊ ഈ 44ന്റെ 20% 8 ആണോ എന്ന് ഉത്തരം കിട്ടിയെങ്കിൽ ഈ 4 എന്ന ഉത്തരം ശരിയാണ്. പക്ഷെ നമുക്കറിയാം ഇത് കിട്ടില്ല. ഇത് 8.8 കിട്ടുക. 8.8 വരും. പക്ഷെ ഇവിടെ 8 ഉള്ളൂ. അതുകൊണ്ട് ഇത് തെറ്റാണ്. ക്ലിയർ? മനസ്സിൽ ചെയ്യാനുള്ള വഴിയാണ് പറയുന്നത്. അടുത്ത എന്താ? 5 ആണെങ്കിൽ ഇതിന്റെ കൂടെ നിലവിൽ 4 ലിറ്റർ ആണുള്ളത്. അതിന്റെ കൂടെ 5 കൂടെ കൂട്ടുകയാണെന്ന് വെക്കുക. അപ്പൊ എത്ര വരും? 9 ലിറ്റർ വരും. പാലിന്റെ അളവ് 9, ക്ഷമിക്കണം, വെള്ളത്തിന്റെ അളവ് 9 ലിറ്റർ ആയി. ഓക്കെ? ഇനി നമുക്ക് എന്താ, നിലവിൽ 40 ലിറ്റർ ആണുള്ളത്. അതിന്റെ കൂടെ നേരത്തെ ഇവിടെ 4 കൂട്ടിയത് ഇപ്പൊ 5 കൂടുന്നു. അപ്പൊ 45.
45ന്റെ 20% 9 ആണോ എന്ന് നോക്കിയാൽ മതി. ഒരു പൂജ്യവും ഒരു പൂജ്യവും. 2നെ 10 5 കിട്ടി. 45നെ 5 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടി. നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 9. കിട്ടിയത് എത്രയാണ്? 9 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? ഇവിടെ 5 ശരിയായി വന്നു. ഇനി 6ലേക്കും 3ലേക്കും പോണതില്ല, ഉത്തരം ഇവിടെ കിട്ടിയാലോ. ഓക്കെ, 4 എങ്ങനെയാണ് തെറ്റാകുന്നതെന്നും 5 എങ്ങനെയാണ് ശരിയാകുന്നതെന്നും മനസ്സിലായി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണാനുള്ള വഴിയുമായി. ഓക്കെ.